ജഗതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളാണ്? ചില സമയത്ത്. പെട്ടെന്ന് പ്രണയം ഉണ്ടാകുന്ന ആളാണ്? അല്ല. പ്രണയം ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുരിശായിട്ടുണ്ട്? ഉണ്ട്. ഭാര്യയെ പ്രണയിക്കാനും നല്ല വാക്ക് പറയാനും അത്യാവശ്യം പഞ്ചാര വാക്കുകൾ പറയാനും ഒക്കെ സാധിക്കുന്ന ഭർത്താവാണോ താങ്കൾ? ശ്രമിച്ചിട്ടുണ്ട്. പരാജയമാണോ വിജയമാണോ അതിൽ? ചില സമയത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ അച്ഛൻ നല്ലൊരു അച്ഛനാണ് താങ്കൾക്ക്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ജീവിതത്തിൽ പുലർത്താൻ പറ്റും? ഇല്ല. അതിൽ വിഷമമുണ്ട്. ദുഃഖം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ദുഃഖം വരുമ്പം ആ ദുഃഖം മറക്കാനായിട്ട് ശ്രമിക്കും. കഴിവതും കൂടുതൽ തമാശകൾ പറയാൻ ശ്രമിക്കും. ചിരിക്കാനുള്ള കഥകൾ വായിക്കാൻ ശ്രമിക്കും. പാട്ട് കേൾക്കും. എല്ലാവരെയും ചിരിപ്പിക്കുന്ന താങ്കൾ എന്നാൽ ഈ വ്യക്തി ജീവിതത്തിൽ വളരെയധികം തമാശ പറയുന്ന ആളല്ല. സിനിമയിൽ ഈ ഷോട്ടിന്റെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര ഇത് കാണിക്കുന്ന ആളല്ലാത്ത സമയത്ത് അതിപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രസവം എടുക്കാൻ നേരത്തല്ലാതെ ഗ്ലൗസ് ഇട്ടോണ്ടിരിക്കണ്ടല്ലോ. വീട്ടിലും അമ്പലത്തിൽ പോകുമ്പോഴും ഭാര്യയുടെ മുമ്പിലും കൊച്ചുപിള്ളേരുടെ മുമ്പിലും ഒക്കെ ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്, ഗ്ലൗസ് ഇട്ടിരിക്കുകയാണ്. വേണ്ടല്ലോ, ആവശ്യം വരുമ്പോൾ ഗ്ലൗസ് എടുത്തിടുക, സെഡേഷനോ എല്ലാം കൊടുക്കുക, ജോലിച്ച കർമ്മം ഇഞ്ഞെടുക്കുക, പുക്കിൾ കൊടി പൊട്ടിച്ച് കളയുക, കരച്ചിൽ വന്നാൽ പറഞ്ഞാൽ ദ ചൈൽഡ് ഈസ് എ ബോയ് ഓർ ബേബി അറിയിച്ചേക്കൂ. അത് കഴിഞ്ഞാൽ ഗ്ലൗസ് ഊരിയിടുക, നേരെ വീട്ടിൽ പോവുക, കയ്യും കഴുകിയിട്ട് പറ്റിയാൽ ഡെറ്റോൾ കൊണ്ടിട്ട് കഴുകുക. ഇപ്പോൾ ഒരു ടെൻഷനുള്ള സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ ക്യാരക്ടർ എൻട്രി ആകുമ്പോൾ മുമ്പോട്ടിരുന്നവരെല്ലാം തിയേറ്റർ മൊത്തം റിലാക്സ്ഡ് ആണ്. ഇനി എന്തെങ്കിലും നടക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വയം അസസ് ചെയ്യുക. ഒറ്റ വാക്കേ എനിക്കുള്ളൂ, ഈശ്വരാധീനം. ഒരു പൊതുവേദി വെച്ചിൽ താങ്കൾക്ക് അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്താൽ ആ സമയം താങ്കളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? മനസ്സ് വേദനിക്കും. താങ്കൾ ഇവാനിസ് കോളേജിൽ പഠിച്ചപ്പോൾ KSU പ്രവർത്തനമായിരുന്നു. ഇനി ഒരു രാഷ്ട്രീയ മോഹമുണ്ടോ? രാഷ്ട്രീയക്കാരനാകണമെന്നൊന്നും യാതൊരു താല്പര്യം. കാരണം രാഷ്ട്രീയക്കാരനേക്കാൾ എത്രയോ മേളി നിൽക്കുന്ന വ്യക്തിയാണ് കലാകാരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ഇപ്പം വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു നടൻ വായിക്കാതിരുന്നാൽ സംഭവിക്കുന്ന ഈ വായിലേക്കുള്ള അന്നം എപ്പോൾ വേണേലും മുട്ടും. തുടർച്ചയായി ഹാസ്യ നടൻ ആയി തുടരുന്നത് താങ്കൾ തീരുമാനിച്ചതാണ്, ആ ട്രാക്കിൽ വന്നതാണ്? അങ്ങനെ ആ ട്രാക്കിൽ വന്നതാണ്. ഗംഭീരമായ ഗൗരവ ക്യാരക്ടർ താങ്കൾ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ളതാണ്. ഗംഭീരമായ ഗൗരവ ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കാൻ എനിക്ക് സാധിക്കും. താങ്കളുടെ കണ്ണിൽ ഈ കഥാപാത്രത്തിൻ്റെ ടോട്ടൽ സ്വഭാവം കണ്ണിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. ഒരു നോട്ടത്തിൻ്റെ ദയനീയത, നോട്ടത്തിൻ്റെ ആർജവം, നോട്ടത്തിൻ്റെ അധികാരമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ മൂളലിനോടനുബന്ധമായി ഈ കണ്ണുകൾക്ക് കണ്ണുകൾ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങളാണ്. അതെ. ഫേസ് ഈസ് ദി ഇൻഡെക്സ് ഓഫ് ദ മൈൻഡ് എന്നല്ലേ. അതിൽ കണ്ണുകൾക്കാണ് പ്രധാനം. മനസ്സിൻ്റെ എല്ലാ വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണമാണ് കണ്ണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിംഗ് നിങ്ങളുടെ മൂക്കോ ചുണ്ടോ ചെവിയോ അല്ല പ്രതിഫലിപ്പിക്കുന്ന, കൂടുതൽ കണ്ണാണ്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആത്മാവ് ഈ നടൻ്റെ ആത്മാവിലോ ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നതിൻ്റെ തെളിവാണ് കണ്ണുകളിൽ വരുന്നത്. ജഗതി ശ്രീകുമാറിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊഫഷൻ ഒരു ദൗർബല്യമാണ് എനിക്ക് മൊത്തത്തിൽ. വർക്കഹോളിക് എന്നൊറ്റ വാക്കി. വർക്കഹോളിക്, പക്ഷെ ആൽക്കഹോളിക് അല്ല. വർക്കഹോളിക്കാണ്. പലരും ആൽക്കഹോളിക്കാണ്, വർക്കഹോളിക് അല്ല. ജഗതി ശ്രീകുമാറിനെ 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്? തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാവുന്ന വ്യക്തിയാണ്, അത് ഞാൻ പറയാം. ബാക്കി വിശ്വസിച്ചവർക്ക് ഉള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അത് വിലയിരുത്താൻ. അത് നിങ്ങൾ അന്യരോട് ചോദിക്കണം. താങ്കൾ മറ്റുള്ളവരെ വിശ്വസിച്ചതുപോലെ തിരിച്ച് താങ്കളെ അവർ വിശ്വസിച്ചിട്ടുണ്ട്? പലരും ഇല്ല. ഇപ്പോൾ മലയാള സിനിമയെ നോക്കിയ ഹാസ്യ നടന്മാർ ഒരു പീരീഡിൽ വരുന്നവരാണ്. പലപ്പോഴും നമുക്ക് ഓരോ പീരീഡിലായിട്ട് ഒരു 5-6 വർഷം ഒരു ആൾ വരും, അതിൻ്റെ അടുത്ത ബാച്ച് വരും. ഇങ്ങനെ ഒരു പാസിംഗ് ഔട്ടുണ്ട് ഓരോ ബാച്ചിൻ്റെ. താങ്കൾക്ക് അങ്ങനെ ഇല്ല, ഇങ്ങനെ നിൽക്കുക സ്ഥിരമായി. താങ്കൾ ഔട്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഔട്ടാക്കണമെങ്കിൽ ആക്കാം. മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഒരുത്തനെ എടുത്ത് ഔട്ടാക്കുന്നു മാധ്യമങ്ങൾ, പിന്നെയാണ് ഇനി ഒരു നടനെ ഔട്ടാക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമല്ല. പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ഔട്ടാകുക എന്നുള്ളത് അവർ തീരുമാനിക്കുക എന്നുള്ളത്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. താങ്കൾക്കൊരു പ്രണയ നായകനായി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇനി ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടാണ്. പ്രണയത്തിനൊരു പ്രായമുണ്ടോ? പ്രണയത്തിന് പക്ഷെ അങ്ങനെ ഒരു പടം ഉണ്ടല്ലോ ഇപ്പോൾ, ഭാര്യ ഒരു സുഹൃത്ത്. അതിലിച്ചിരി പ്രണയവും കാര്യമൊക്കെ ഉണ്ട്. ഒരു മധ്യവയസ്കൻ്റെ പ്രണയമൊക്കെയാണ്. പ്രണയത്തിന് പ്രായമില്ല, പ്രേമത്തിന് പ്രായമില്ല. അത് ആളും തരവും ഇല്ല, ജാതിയില്ല, മതമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനെ പറ്റിയൊരു കഥ വരണം. ഇപ്പോൾ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ പ്രണയിക്കാനും താങ്കൾ തയ്യാറാണ്? പിന്നെ പ്രണയം ജീവിതത്തിൽ നല്ലതല്ലേ. അപ്പോൾ എന്തായാലും വളരെ പ്രണയസുരഭിലമായ ശോഭനമായ ഒരു മുന്നോട്ടുള്ള പോക്ക് ഇതുവരെ വന്നതുപോലെ ജഗതി ശ്രീകുമാർ മലയാളികൾക്ക് മുന്നോട്ട് വളരെ സുദീർഘമായൊരു അതിനുള്ള ആയുസ്സും ആരോഗ്യവും പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഇതിൽ ഈശ്വരാധീനം കുറഞ്ഞാൽ നടക്കില്ല, പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ടില്ല നടക്കില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒത്തുചേർന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.